നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 374 374. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാം അധ്യായം മൂലം ഭാഗം 374. ഇന്ന് ശ്ലോകം 26 മുതൽക്കാണ് പറയേണ്ടത്. അനാസ്ഥിതം തേ പിതൃഭിരിന്നീരപ്യംഗ കർഹചിത് ആദിഷ്ടജഗതാം വന്യം തദ് വിഷ്ണോ പരമം പദം. നിന്റെ പിതാക്കന്മാരാലും അന്യന്മാരാലും ഒരു കാലത്തും അധിവസിക്കപ്പെടാത്തതും, അതായത് ഇന്നേ വരെ വേറെ ഒരാളും ധ്രുവൻ്റെ സ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഒരു സപ്താഹ യജ്ഞവേദിയിൽ ധ്രുവചരിതം എങ്ങനെ പറയണം, അത് എങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം, ആ ധ്രുവനെ പോലെ ആവാൻ നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, ശ്രമിച്ചുകൂടെ? ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടി ഭഗവാന്റെ വാഗ്മയീ സ്വരൂപമാകുന്ന ഭാഗവത സുധ അല്ലേ, അതുകൂടെ ആനന്ദം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ലാഭം? ആലോചിച്ച് നോക്കൂ. ജസ്റ്റ് ഇമാജിൻ ഫോർ എ സെക്കൻഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് അധിവസിക്കപ്പെടാത്തതും ലോകങ്ങളിൽ വെച്ച് വന്ദിക്കത്തക്കതും വിഷ്ണുവിൻ്റെ പരമസ്ഥാനവുമായ അതിനെ അധിവസിക്കുക. അങ്ങ് അവിടെ പോയി ഇരുന്നാലെന്നാണ് പറഞ്ഞതേ. അതിൻ്റെ ഭാവാർത്ഥം, നിൻ്റെ പൂർവ്വപിതാക്കന്മാരാകട്ടെ മറ്റ് അന്യന്മാരാകട്ടെ ആ സ്ഥാനത്തെ പ്രാപിച്ചവരല്ല. സത്യം പറയട്ടെ, ഞാനിപ്പോൾ എൻ്റെ അച്ഛനോടുള്ള കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം, അച്ഛൻ ആൾ അലോങ് ഹിസ് യൂത്ത് ആൻഡ് എന്താണെന്ന് പറയുക വയസ്സാവുമ്പോഴും അദ്ദേഹം 82-ാമത്തെ വയസ്സിലാണ് മരിക്കണത്. എത്ര ഭാഗവതം ഉപാസിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു നിയോഗം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആശീർവാദം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ അച്ഛൻ്റെ ഗ്രാമത്തിൽ ആരും ഈ വഴിക്കില്ല, എൻ്റെ അമ്മത്താഴ് വഴിയിലും ആരും ഈ വഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ കണിശായിട്ട് ഇത് വായിക്കാനും ഇത് അബ്സോർവ് ചെയ്യാനും എനിക്ക് കൺവിൻസായിട്ടുള്ള രീതിയിൽ ഞാൻ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ആ ആത്മാവ് അറിയുന്നുണ്ടാവും. അതാണ് എനിക്കുള്ള സന്തോഷം. പരമശൈലി പിതൃകടം വീട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ല. അപ്പോൾ വിഷ്ണുവിൻ്റെ പരമപദവുമായ ആ സ്ഥാനത്തിൽ നീ വസിച്ചുകൊള്ളുക. അപ്പോൾ ഞാൻ 22 വയസ്സ് ഉള്ളപ്പോൾ അദ്ദേഹം കാലഹരണപ്പെട്ടത്. ഞാൻ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ ഏത് രീതിയിലായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയും. കാരണം ഈസ് സച്ച് എ ബിഗ് ക്യാരക്ടർ. അങ്ങനെയാണ്, എല്ലാം കൊണ്ടും നിറഞ്ഞ കുടുംബത്തിലത്തെ ഒരാൾ. എൻ്റെ അമ്മയാണെങ്കിൽ സ്കൂൾ കൂടി കണ്ടിട്ടില്ല. എന്നിട്ടും അവർ ഒരു 10-36 വർഷം ദമ്പതികളായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കുക, 27. ഏതദ് വിമാനപ്രവരം ഉത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതമായുഷ്മൻ അതിരോധം ത്വം അർഹസി. ഭഗവാനാൽ സമീപത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന ഈ ഉത്തമ വിമാനത്തെ ആരോഹിപ്പാനായിട്ട്
ആരെ ഈ സുനന്ദന്മാർ ഇദ്ദേഹത്തെ പറയാണ്, ഇത് മഹാവിഷ്ണു അയച്ചിട്ടുള്ളതാണ്, ഇതിൽ കയറിയാലും ദീർഘായുസ്സുള്ളവനെന്നാണ് പറഞ്ഞത്. ധ്രുവ എന്നല്ല, ദീർഘായുസ്സുള്ളവനെ അങ്ങ് അർഹിക്കുന്നു എന്നാണ്. അങ്ങ് അറിയിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതാണ് അങ്ങ് അറിയിക്കുന്നു പറഞ്ഞു പക്ഷേ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഹേ ആയുഷ്മൻ, ഭഗവാൻ തന്നെ അയച്ചിരിക്കുന്ന ഈ ഉത്തമ വിമാനത്തിൽ എത്രയോ കാലം മുമ്പേ ഒരു 36,000 വർഷങ്ങൾക്ക് ശേഷം, 36,000 പോരാ, പിന്നെ രാജ്യം യുവത്വത്തിലേക്ക് എത്തിയിട്ടുള്ള കാലമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടല്ലേ ഭഗവാൻ ചെയ്യണത്. അപ്പോൾ പറഞ്ഞു, ഭഗവാൻ തന്നെ അയച്ചിരിക്കുന്ന ഈ ഉത്തമ വിമാനത്തിൽ കയറുവാൻ നീ യോഗ്യനാകുന്നു. ഈ ശരീരത്തോടു കൂടെ വിമാനാരോഹണം ഭഗവത് കാരുണ്യത്താൽ അങ്ങയ്ക്ക് സാധിച്ചിരിക്കുന്നുവെന്ന് കാണിപ്പാനാണ് ആയുഷ്മൻ എന്ന സംബോധനം എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച, ആ സമയത്ത് മൈത്രേയർ ഇവരോട് പറയണു. ശ്ലോകം 28, 4 വരി ശ്ലോകമാണ്. നിശമ്യ വൈകുണ്ഠ നിയോജ്യമുഖ്യയോർ മധുച്ഛതം മധുച്യുതം വാചമൊരു ക്രമപ്രിയ കൃതാഭിഷേക കൃതനിത്യമംഗളോ മുനീൻ പ്രണമ്യ ശിഷമഭ്യവാദയത്. വൈകുണ്ഠൻ്റെ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ കിങ്കരന്മാരിൽ മുഖ്യന്മാരുടെ അമൃതം ശ്രവിക്കുന്ന വാക്കിനെ കേട്ടിട്ട് ഭഗവാന്റെ പ്രിയൻ സ്നാനം ചെയ്തു. അതായത് കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഈ വിമാനത്തിൽ കയറാൻ. എന്നിട്ടോ നിത്യകർമ്മത്തെ ചെയ്തു മുനിമാരെ നമസ്കരിച്ച് ആശീർവാദത്തെ പറയിപ്പിച്ചു. ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. ഭഗവാന്റെ പാർശ്വതമുഖ്യന്മാരായ സുനന്ദനന്ദന്മാർ പറഞ്ഞതായ അമൃതം ഒഴുകുന്നത് പോലെ മധുരമായ വാക്കിനെ കേട്ട ഉടനെ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായ കർമ്മങ്ങളെ ധ്രുവൻ നിർവഹിച്ചു. അളകനന്ദയിൽ ചെന്ന് സ്നാനം ചെയ്തു, നിത്യകർമ്മങ്ങളെ അനുഷ്ഠിച്ചു, സിന്ദൂരാദി മംഗളവസ്തുക്കളെ ധരിച്ച് മുനികളെ നമസ്കരിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. ഇനിയിപ്പോൾ ഈ ലോകമായിട്ട് യാതൊരു കണക്ഷനുമില്ല, പക്ഷേ എവിടെയൊക്കെ ഭാഗവതം വായിക്കപ്പെടുന്നുണ്ട് അവിടെയൊക്കെ ധ്രുവചരിതം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അടുത്ത ശ്ലോകം 29. പരീത്യാഭ്യർച്ച്യ ധിഷ്ണ്യാഗ്രം പാർഷദാവഭിവന്ദ്യ ച യേഷ തദ് അധിഷ്ഠാതം ബിഭ്രദ്രൂപം ഹിരൺമയം. ഉത്തമ വാഹനത്തെ പ്രദക്ഷിണം ചെയ്തിട്ട്, അതൊക്കെ ഒരു ചടങ്ങാണ്, പൂജിച്ചിട്ട്. ഇപ്പം നമ്മൾ ഈ ആറാട്ടിനും പള്ളിവേട്ടക്കൊക്കെ പോകുമ്പോൾ തിരുമേനിമാർ ആനയെ പൂജിക്കും. അതേപോലെ പാർഷദന്മാരെ നമസ്കരിച്ചിട്ട് അവിടെയാണ് നമ്മൾ ഗൗരവം കാണാണ്ടിരിക്കുന്നത്. അവിടെ ഗൗരവം കാണണം. ഭഗവാന്റെ പാർഷദന്മാരെ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞതേ. ഭഗവാന് മാത്രമല്ല, ഭഗവാന്റെ സതീർത്ഥ്യന്മാരെ, ഭഗവാന്റെ ഉപകാരം ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ അതിൽ അപ്പോൾ നമസ്കരിച്ചിട്ട് ആ വിമാനത്തിൽ വസിപ്പാനായിക്കൊണ്ട് ഇച്ഛിച്ചു കയറാൻ വേണ്ടിയിട്ട്. സ്വർണ്ണമയമായിരിക്കുന്ന രൂപത്തെ ഭരിച്ചവനായി, അതൊരു കാവ്യഭാഷ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. ഉത്തമമായ വിമാനത്തെ പ്രദക്ഷിണാദികൾ ചെയ്ത് പൂജിച്ചു, വിഷ്ണു പാർഷദന്മാരെ വന്ദിച്ചു, അതിൽ കയറുവാൻ ഭാവിച്ചു. അപ്പോൾ ധ്രുവശരീരം സ്വർണ്ണമയമായി ഭവിച്ചു. ശരീരം സ്വർണ്ണമയമായി ഭവിച്ചു. പൂർവശരീരം തന്നെ തേജോമയവും വിമാനസ്ഥിത യോഗ്യവുമായി എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അടുത്തത് 30ാമത്തെ ശ്ലോകം പറയുന്നു. തഥാ ഉത്താനപദ പുത്രോ ദദർശാന്തകമാഗതം മൃത്യോർമൂർധനി പദം ദത്വാ ആരുരോഹാത്ഭുതം ഗൃഹം. അവിടെ മൃത്യുദേവൻ വന്ന് നിന്നു എന്നാണ് പറഞ്ഞത്. എന്തിന്? ആ മൃത്യുദേവൻ്റെ തലയിൽ ചവിട്ടിയിട്ട് ആണ്,
അല്ലെങ്കിൽ മുതുത്ത് ചവിട്ടിയിട്ടാണ് എവിടേക്ക് കയറുന്നത്? ഈ വിമാനത്തിലേക്ക്. വളരെ ശ്രദ്ധിക്കണം. ഉത്താനപാദൻ്റെ പുത്രൻ ധ്രുവൻ അപ്പോൾ വന്ന അന്തകനെ കണ്ടു, യമധർമ്മരാജാവിനെ കണ്ടു. അന്തകൻ്റെ ശിരസിൽ പദം കാൽ വെച്ച് ആശ്ചര്യജനകമായ വിമാനത്തിൽ കയറി. അതായത് ഭൂമിയിലുള്ള മരണത്തെ അതിജീവിച്ചു എന്നർത്ഥം. അന്തകൻ്റെ തലയിൽ ചവിട്ടി കയറുക, ആലോചിച്ച് നോക്കണം അതിൻ്റെ ഭാവാർത്ഥം. അപ്പോൾ അന്തകൻ വന്നെത്തിയതായി ധ്രുവൻ കണ്ടു. അന്തകൻ്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് ആ അത്ഭുത വിമാനത്തിൽ കയറി. മൃത്യുവിനെ ജയിച്ച പുനർജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിച്ചു എന്നർത്ഥം. മൃത്യുവിനെ ജയിച്ചു എന്നർത്ഥം. എന്തൊരു വേരിയേഷനാണ് സബ്ജക്റ്റിലല്ലേ? അതിൻ്റെ ഒരു ഗഹനത നമ്മളവിടെ ഉണ്ടെന്ന് ആലോചിച്ചിട്ട് വേണം അതൊക്കെ വായിക്കാൻ. 31 തഥാ ദുന്ദുഭയോ നേതുർമൃദംഗപണവാദയാ ഗന്ധർവമുഖ്യ പ്രജഗുപ്പേതു കുസുമവൃഷ്ടയാ. പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദുന്ദുബികളും ദേവലോകത്തെ വാദ്യങ്ങളും മൃദംഗാദികളും ശബ്ദിച്ചു. ഗന്ധർവമുഖ്യന്മാർ പാടി. പുഷ്പവർഷങ്ങൾ ഉണ്ടായി, പുഷ്പവൃഷ്ടങ്ങൾ വീണു. അതിൻ്റെ ഭാവാർത്ഥം ഭഗവത് പ്രസാദത്താൽ ദേവാദികളും അവനിൽ പ്രസാദിച്ചുവെന്ന് കാണിക്കുന്നു. വിമാനാരോഹണ സമയത്തിൽ ദേവന്മാർ ദുന്ദുബികൾ, മൃദംഗം, പണവം മുതലായ വാദ്യങ്ങളെ മുഴക്കി. ഗന്ധർവ ശ്രേഷ്ഠന്മാർ, അല്ലാണ്ട് ട്രെയിനീസ് അല്ല, പാട്ടുപാടി. ദേവന്മാർ പുഷ്പവർഷം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യന് 32 സജ സ്വർലോകമാരോക്ഷൻ സുനീതിം ജനനീം ധ്രുവ അന്വസ്മരതംഗം ഹിത്വാദീനാം യാസ്യേ ത്രിവിഷ്ടപം. ധ്രുവൻ സ്വർലോകത്തെ കയറുവാൻ ഭാവിക്കുന്നവനായിട്ട് ദുർഗമമായ ത്രിവിഷ്ടപത്തെ ദുഃഖിതയായ സുനീതിയമ്മയെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോകും എന്ന് അനുസ്മരിച്ചു. പെട്ടെന്ന് ധ്രുവനൊരു സങ്കോചം. ഞാൻ എൻ്റെ അമ്മയെ വിട്ടിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് പോവുക? വിമാനത്തിൽ കയറുന്ന സമയം ധ്രുവനുണ്ടായ വിചാരം കാണിക്കുന്നു ആത്മകഥം. എൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന അമ്മയായ സുനീതിയെ ഉപേക്ഷിച്ചിട്ട് ദുഷ്പ്രവേശ സ്ഥാനമായ, പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്വർഗത്തെ ഞാൻ എങ്ങനെ പ്രാപിക്കും എന്നുള്ള വിചാരം സ്വർഗത്തിലേക്ക് പോവാൻ ഭാവിച്ച സമയം ധ്രുവന് ഉണ്ടായി. ആ ധാരണ നമുക്കും വേണം. അമ്മയെ എപ്പോഴും ഒറ്റപ്പെടുത്തരുത്. ഞാൻ അച്ഛനെ പറ്റി പറയുമ്പോൾ എനിക്ക് ബെല്ലും ബ്രേക്കും ഇല്ല, പക്ഷേ അതിനേക്കാൾ മീതെ തന്നെയാണ് അമ്മയ്ക്കുള്ള സ്ഥാനം, എനിക്കറിയാം. കാരണം അവരുടെ ചിന്താഗതി, അവർ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, അതാണ് എന്നെപ്പോലുള്ളവർക്ക് എന്താ പറയുക, ഒരു ശാശ്വതമായ സത്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിപ്പിച്ച ആത്മധൈര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇതി വ്യവസ്ഥിതം തസ്യ വ്യവസായ സുരോത്തമോ ദർശയാമാസ ദുർദേവീം പുരോയാനേന ഗച്ഛതിം. അവൻ്റെ ഈ നിശ്ചയത്തെ അറിഞ്ഞിട്ട് ഈ വിഷ്ണു പാർഷദന്മാർ, സുനന്ദനന്ദന്മാർ, എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥം അവരെങ്ങനെ അറിഞ്ഞത്? അവിടെയാണ് ഈശ്വരീയത. കമ്പിയാണത്. അപ്പോൾ വാഹനത്തിൽ കൂടെ മുമ്പിൽ കൂടെ പോകുന്ന ദേവിയെ ദേവശ്രേഷ്ഠന്മാർ കാട്ടിക്കൊടുത്തു. അങ്ങ് എന്തിനാ പരിഭ്രമിക്കണത്? അങ്ങയുടെ മനോഗതം ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇതാ ഒരു വിമാനം പോണു, അതിൽ അങ്ങയുടെ അമ്മ സുനീതി ഉണ്ട്. അങ്ങ് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അവൻ്റെ ഈ വിചാരമറിഞ്ഞ പാർഷദ മുഖ്യന്മാർ വിമാനത്തിലിരുന്ന് മുൻഭാഗത്ത് സഞ്ചരിക്കുന്ന സുനീതി ദേവിയെ സുനീതി എന്നല്ല, സുനീതി ദേവിയെ അവന് കാട്ടിക്കൊടുത്തു.
ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ സങ്കല്പിക്കുന്നതെല്ലാം അപ്പോൾ തന്നെ സാധിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പരിമിതമായ ആഗ്രഹങ്ങളാണെങ്കിൽ കർമ്മകുശലത കൊണ്ട് നേടാൻ സാധിക്കും. അതാണ് ഭഗവാന്റെ എന്താണ് പറയുക, ഭഗവാന്റെ സഹായിക്കാനുള്ള കൽപ്പ എത്രയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഓരോ കാര്യത്തിലും ഓരോരുത്തരെങ്കിലും പിടിച്ചു നിർത്തും ഭഗവാൻ. കാരണം അത് ഈ ധ്രുവകഥയെ കൂടെ ഭക്തപ്രഹ്ലാദൻ്റെ കഥയും കൂടി സ്മരിക്കണം. ഏതെല്ലാം അനർത്ഥങ്ങളാണ് പ്രഹ്ലാദന് അനുഭവിക്കേണ്ടതെന്ന് വന്നത്. അപ്പോഴൊക്കെ ആ കുട്ടി നാരായണ നാരായണ എന്ന് ഉച്ചരിക്കുമ്പോൾ സാക്ഷാൽ നാരായണൻ പല രൂപത്തിലും ഭാവത്തിലും ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പോറലേൽക്കാതെ കണ്ട് മനസ്സിൽ യാതൊരു തരത്തിലുള്ള കാലുഷ്യങ്ങളും അല്ലേ, അതായത് തെറ്റായ ധാരണകൾ വരാൻ സമ്മതിക്കാതെ കണ്ട് പൂർവാധികം ഈശ്വരസ്മരണയെ നിലനിർത്തിക്കൊണ്ട് തേജസ്സോടുകൂടി വീര്യത്തോടുകൂടി ഔത്സുക്യത്തോടുകൂടി കാര്യങ്ങൾ കൊണ്ട് നടത്താൻ സാധിക്കും. അതാണ് ആ 4 അക്ഷരത്തിൻ്റെ മാഹാത്മ്യമാണത്. എത്രത്തോളം സാധിക്കും അത്രത്തോളം അല്ലേ. അപ്പോൾ അതാണ് ഉള്ളത്. അപ്പോൾ അടുത്ത ശ്ലോകം പറഞ്ഞു 34. തത്ര തത്ര പ്രശംസൽഭി പതി വൈമാനികേ സുരേഹി അവകീര്യമാണോ ദദൃശേ കുസുമൈ ക്രമശോ ഗ്രഹാൻ. അവിടെ മാർഗത്തിൽ പ്രശംസിക്കുന്ന വിമാനത്തിലിരിക്കുന്ന ദേവന്മാരാൽ പുഷ്പങ്ങളാൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന അവൻ ക്രമത്തിൽ ഗ്രഹങ്ങളെ കണ്ടു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവർക്കൊക്കെ ഇൻഫർമേഷൻ കിട്ടി. ഏത് വിഷ്ണുദ്വാരത്തിൽ വൈകുണ്ഠദ്വാരത്തിൽ ഇനി മുതൽ ആരുണ്ടാവും, ഈ ധ്രുവനുണ്ടാവും. അപ്പോൾ അവരെ കയ്യിൽ കരുതിയിട്ടുള്ള ദൈവീക പുഷ്പങ്ങളെ കൊണ്ട് ഇദ്ദേഹത്തിനെ പൂജിക്കുകയാണ്, പുഷ്പവൃഷ്ടി ചെയ്യുകയാണ്. വരുന്നവരും പോകുന്നവരും വിമാനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പലവരും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറയാനുള്ളത്. അവിടെ മാർഗമധ്യത്തിൽ വിമാനങ്ങളിലിരിക്കുന്ന ദേവന്മാർ ധ്രുവൻ്റെ ഭാഗ്യത്തെപ്പറ്റി പ്രശംസിക്കുകയും പുഷ്പം വർഷിക്കുകയും ചെയ്തു. ആ വിധം സഞ്ചരിച്ച് മേൽപോട്ട് പോകുന്ന അവൻ ക്രമേണ സൂര്യാദി ഗ്രഹങ്ങളെ കണ്ടു എന്നാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ശരീരം സ്വർണ്ണമയമായതും ദൈവീകമായ പ്രതിഭാസാവാനും കാരണം സൂര്യനെയോ മറ്റുള്ള നക്ഷത്രങ്ങളോ അടുത്ത് കാണുമ്പോഴും ശരീരത്തിന് കേടുപാട് പാടില്ലാത്തൊരു കോട്ടിങ്, അങ്ങനെയാണ് ശരീരത്തിനൊരു കോട്ടിങ്ങാണ്. അപ്പോൾ ഇതൊക്കെ അക്ഷരം പ്രതി വ്യാസരുടെ തൂലിക ചലിക്കുമ്പോൾ ഒരു എന്താണ് പറയുക, ഒരു പഴുതില്ലാത്ത നിലയിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ശ്ലോകം 35. ത്രിലോകീം ദേവയാനേനാസോ അത്രിവ്രജ്യ മുനീനബി പരസ്താദൃധ്രുവഗതിർവിഷ്ണോ പദം മധാഭ്യഗാത്. അചഞ്ചലമായ സ്ഥാനത്തോടു കൂടിയ അവൻ, അചഞ്ചലം ചഞ്ചലിപ്പില്ലാത്ത സ്ഥാനത്തോടു കൂടിയ അവൻ വിമാനത്തിൽ കൂടെ ത്രിലോകത്തെയും മുനിമാരെയും അതിക്രമിച്ച് പിന്നെ അപ്പുറത്തിരിക്കുന്ന വിഷ്ണുവിൻ്റെ യാതൊരു സ്ഥാനത്തെ അഭിഗമിച്ചു. വിഷ്ണുവിൻ്റെ വൈകുണ്ഠ സ്ഥാനത്തേക്ക് എത്തി. ഇളക്കമില്ലാത്ത സ്ഥാനത്തിലേക്ക് പോകുന്നതാണ്. അതിന് മാത്രമേ ഇളക്കമില്ല, ബാക്കിയുള്ളതൊക്കെ ഇളകും. അപ്പോൾ ധ്രുവൻ വിമാനത്തിൽ കൂടെ ത്രിലോകത്തെയും സപ്തർഷികളെയും സൂര്യാദിഗ്രഹങ്ങളെയും കടന്നിട്ട് അതിനെല്ലാം മീതെയിരിക്കുന്ന വിഷ്ണുപദത്തെ സുഖമായി ഒരല്ലലുമില്ലാതെ കണ്ട് പ്രാപിച്ചു. 36-ാമത്തെ ശ്ലോകം, 4 വരി ശ്ലോക. യദ്ബ്രാജമാനം സ്വരുജൈവ സർവദോ ലോകാശ്രയോ ഹ്യനുവിഭ്രാജന്തയേതേ യന്നാവ്രജൻ ജന്തുഷു യേ അനനുഗ്രഹാം വ്രജന്തി ഭദ്രാണി ചരന്തി തേ നിശം. തേ അനിശം എന്നാണ് അർത്ഥം വരിക കേട്ടോ. അപ്പോൾ സ്വപ്രഭയാൽ തന്നെ 4 ഭാഗത്തും പ്രകാശിക്കുന്നത് യാതൊന്നോ, അതായത്
നമ്മുടെ ഉള്ളിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ് നാല് ഭാഗത്തെയും നമ്മൾ കാണണത്. ഒരു വെളിച്ചമില്ലാണ്ട് നമ്മൾ കാണില്ലല്ലോ. അപ്പോൾ തന്നിലുള്ള ബ്രഹ്മസ്വരൂപമാകുന്ന ചൈതന്യത്തിൻ്റെ പ്രഭ കൊണ്ടാണ് നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും ഇതര നക്ഷത്രങ്ങളെയും മിത്രങ്ങളെയും ശത്രുക്കളെയും ഒക്കെ കാണുന്നത് എന്ന് പറയാം. അപ്പോൾ പ്രകാശിക്കുന്നത് യാതൊന്നോ ഈ 3 ലോകങ്ങൾ ഏതിനെ അനുസരിച്ച് ശോഭിക്കുന്നുവോ, അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി ലോകങ്ങളെ അതിക്രമിച്ചാലാണ് തുര്യാവസ്ഥയിലുള്ള വൈകുണ്ഠപദം വിഷ്ണുപദം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാണികളിൽ അനുഗ്രഹബുദ്ധി ഇല്ലാത്തവർ ഏതിനെ ഗമിച്ചിട്ടില്ലയോ, അതായത് മനുഷ്യന്മാരിൽ എല്ലാവർക്കും വിഷ്ണുപദം കിട്ടൂല്ലല്ലോ. അപ്പോൾ ആരാന്നാ പറഞ്ഞത്? അനുഗ്രഹബുദ്ധി ഇല്ലാത്തവർ, അനുഗ്രഹം നേടാൻ കഴിവില്ലാത്തവർ ഏതിനെ ഗമിച്ചിട്ടില്ലയോ. യാതൊരുത്തർ എപ്പോഴും മംഗളങ്ങളെ ചെയ്യുന്നുവോ അവർ യാതൊന്നിനെ പ്രാപിക്കുന്നുവോ. സത്കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ എവിടെ എത്തുന്നുണ്ട്? വിഷ്ണുപദത്തിൽ എത്തുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് 6, 8, 10, 12 വയസ്സുകളിൽ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ നഷ്ടക്കച്ചവടത്തിന് നിൽക്കില്ല. നിസ്സീമമായ അനശ്വരത എവിടെയുണ്ടോ അവിടേക്ക് പ്രയാണം ചെയ്യാനുള്ളൊരു വെമ്പല് എല്ലാവരിലും ഉണ്ടാവും. അതിനെ ത്വരിതപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ഭാഗവത സുധ, ഭാഗവതമാകുന്ന അമൃത്. അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ മുഷ്ക് കാണിക്കാതെ കണ്ട്, ദക്ഷിണഗ്രാഹികളാവാതെ കണ്ട്, ഓഡിയൻസിലുള്ള ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കാനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കണം. ആസാൻ ആചാര്യൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ധ്രുവൻ പ്രാപിച്ചതായ വിഷ്ണുപദത്തിൻ്റെ അസാധാരണ മഹിമയെ 2 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. ഏതൊന്ന് സൂര്യാദി ഗ്രഹങ്ങളുടെ ശോഭയെ അപേക്ഷിക്കാതെ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ശോഭ വേണ്ട വൈകുണ്ഠത്തിലുള്ളവർക്ക്, സെൽഫ് ജനറേറ്റഡ് ആണ്. അപ്പോൾ സ്വപ്രഭയാൽ തന്നെ സർവഭാഗത്തും പ്രകാശമുള്ളതായിരിക്കുന്നുവോ. 3 ലോകങ്ങളും ഏതൊന്നിൻ്റെ പ്രഭയെ ആശ്രയിച്ച് പ്രകാശമുള്ളതായിരിക്കുന്നുവോ. പ്രാണികളിൽ കാരുണ്യമില്ലാത്തവർക്ക് യാതൊന്നിനെ പ്രാപിപ്പാൻ സാധിക്കയില്ലയോ. പ്രാണികൾക്ക് ഹിതകർമ്മങ്ങളെ ആചരിക്കുന്നവർ യാതൊന്നിനെ പ്രാപിക്കുന്നുവോ. ആ ലോകത്തെ ധ്രുവൻ പ്രാപിച്ചു എന്നാണ്. അപ്പോൾ പ്രാണിവർഗങ്ങളെ ഹിംസ ചെയ്യുന്നവന് ഇത് ബാധകമല്ല. പ്രാണിവർഗങ്ങൾക്ക് ഹിതത്തെ ചെയ്യുന്നവർക്കോ അവിടെ എത്തും ചെയ്യാം. അപ്പോൾ അടുത്ത ശ്ലോകം 37. അതെങ്ങനെയാണ്? ശാന്ത സമദൃശ ശുദ്ധ, അതിനുള്ള ക്വാളിഫിക്കേഷൻസാണ് പറഞ്ഞത്. ശാന്ത സമദൃശ ശുദ്ധ സർവഭൂതാനുരഞ്ജന, എല്ലാ ജീവജാലങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പോകുന്ന ആ ചൈതന്യം. അന്ത്യജ്ഞാസ അച്യുതപദം അച്യുത പ്രിയ ബാന്ധവ. അത് അങ്ങനത്തെ ആൾക്കാർക്ക് അച്യുതൻ്റെ പദം അച്യുതപ്രിയ ബാന്ധവന്മാർക്ക് സൗജന്യമായിട്ട് വെറുതെ കിട്ടുന്ന പറഞ്ഞത്. അപ്പോൾ അച്യുതനാകുന്ന പ്രിയ ബന്ധുക്കളോട് നമ്മൾക്കൊക്കെ ഏറ്റവും അടുത്ത ബന്ധു ആരായിരിക്കണം? അച്യുതൻ, ചിതിരഹിതനായിരിക്കുന്ന തേജസ്സാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്നുള്ളത് പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അപ്പോൾ സർവഭൂതങ്ങളെ അനുരഞ്ജിപ്പിക്കുന്നവനും, ബ്രഹ്മാവ് മുതൽക്ക് അമേദ്യത്തിൽ കൃമി വരെയുള്ള ജീവജാലങ്ങളെ രഞ്ജിപ്പിക്കുക, ഒന്നാണെന്നുള്ള ഭാവനയിലിരിക്കുക. അവിടെ ഭാവനയ്ക്ക് വ്യത്യാസം വരാൻ പാടില്ല, ഭേദഭാവന പാടില്ല. അപ്പോൾ സർവഭൂതങ്ങളെ അനുരഞ്ജിപ്പിക്കുന്നവരും പരിശുദ്ധന്മാരും സമദർശനമുള്ളവരും, നന്മ തിന്മ എന്നൊന്നുള്ളവർക്കില്ല. അപ്പോൾ സമദർശനമുള്ളവരും ശാന്തിയുള്ളവരുമാകയാൽ വിഷ്ണുപദത്തെ, നാശരഹിതമായ പദത്തെ പ്രയാസം കൂടാതെ
ഗമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ശ്രീ വിഷ്ണുവിനെ തന്നെ പ്രിയബന്ധുവായിട്ട് വിചാരിക്കുന്നവർ അല്ലാത്തവർ ഇല്ലേ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് തമാശയ്ക്ക് പറയും, അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. അത് ശരിക്ക് അങ്ങനത്തെവരെ കളിയാക്കുകയാണ് ചെയ്യണത്. അത് നമുക്കറിയണില്ല. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എങ്ങനെയാ ചാൻസ് എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ് എന്നുള്ളത് എൻ്റെ കുഞ്ഞ് ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ ഡോംബിവിലിയിൽ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ പട്ടാമ്പി ക്ഷേത്രത്തിൻ്റെ കഴൽ സ്ഥാപിച്ച പടിപ്പുരയുടെ അടുത്ത് ഒരു വിശ്രമ മുറിയുണ്ട്. ഈ കാവക്കാർക്ക് മഴ വന്നാൽ ഇരിക്കാനോ കിടക്കാനോ ഉള്ള സൗകര്യം. അത് നേരെ ഇട്ടിട്ട് എനിക്ക് എൻ്റെ വല്യമ്മയുടെ മകൻ കല്യാണം കഴിച്ച സ്ഥലത്ത് നിന്ന് ഞാങ്ങാട്ടി അവിടെ ഒരു കാർന്നവർക്ക് വാടകയ്ക്ക് കൊടുത്തു. ഒരു ദിവസം 50 പൈസ ദേവസ്വത്തിലേക്ക് അടയ്ക്കണമായിരുന്നു. അപ്പോൾ 5 മണിയായാൽ ഞാൻ അവിടെ പോയി അത് വാങ്ങും. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമായപ്പോൾ മൂപ്പരെന്ത് ചെയ്യും, എന്നെ അവിടെ ഇരുത്തിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു കച്ചവടമുണ്ട്, അവിടെ പോയിട്ട് 1-2 ഗ്ലാസ് അടിച്ച് വരും. കൂടുതൽ അടുത്ത ദിവസം എന്നെ കണ്ടാൽ ചെരുപ്പെടുത്ത് കയ്യിൽ വയ്ക്കും. കാരണം എന്താ, രംഗയ്യരുടെ മകൻ എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ ദാസൻ. കാരണം ഗുരുവായൂരപ്പൻ്റെ പാട്ടം വാങ്ങാനാണല്ലോ ചെന്നിട്ടുള്ളത്. അത്രയും ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ മൂപ്പര് മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം ജീവിക്കാൻ മറന്നു എന്ന് പറയാൻ വയ്യ, ജീവിക്കാൻ താമസമെടുത്തു. പെങ്ങന്മാരേനൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ തൻ്റെ വിവാഹത്തിന് ആരും ശ്രദ്ധിക്കണില്ല, പെങ്ങന്മാരൊന്നും. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അമ്മാവൻ അദ്ദേഹത്തിൻ്റെ മകളേനെ കൊടുക്കുകയാണ്. അതിൽ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായി, അത് വേറെ കാര്യം. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് ഒരു ഉപദേശം ഉണ്ടായി. എനിക്കൊരു 14-15 വയസ്സ്. രാജ, സ്വന്തം കാലിൽ നിന്നിട്ട് വിവാഹം കഴിക്കുക, അല്ലാണ്ട് കുടുംബസ്വത്ത് എടുത്തിട്ട് വിവാഹം കഴിക്കരുത്. കാരണം ആൾക്കാർ പ്രാവും. അതായത് ഒപ്പമുള്ള ആൾക്കാർ, നമ്മുടെ സഹോദരന്മാരും അവരുടെ കുട്ടികളും നമ്മൾ നന്നാവണമെന്ന് ഇഷ്ടപ്പെടില്ല. നമ്മളെ ഒരു കറവപ്പശു പോലെ ഉപയോഗിക്കുന്നൊക്കെയാണ് അദ്ദേഹം എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഞാനതൊക്കെ ശിരസ വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ എത്ര സജ്ജനങ്ങളെയാണ് വഴിയിൽ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിതൊക്കെ അതാണ് ഇവിടെ പറഞ്ഞ ഈ ഓരോ സമയത്ത് എനിക്കത് മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരിക. ഞാൻ എഴുതി വെച്ചിട്ടല്ല പറഞ്ഞത്, ഭഗവാന്റെ ത്രസ്റ്റ്, ഭഗവാൻ തരുന്ന പുഷാണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രിയബന്ധുവായിട്ട് വിചാരിക്കുന്നവരും സ്വപ്രവർത്തികളാൽ സർവഭൂതങ്ങളെ സന്തോഷിപ്പിക്കുന്നവരും രാഗാദി മാലിന്യം അറ്റിരിക്കുന്നവരും. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. രാഗാദി മാലിന്യം അറ്റിരിക്കുന്നവരും എല്ലാവരിലും സമനായി വസിക്കുന്ന, എല്ലാവരിലും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് സമനായി വസിക്കുന്ന ഭഗവാനെ കാണുന്നവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയിരിക്കുന്നവരും ഏതൊരു ലോകത്തെ പ്രാപിക്കുമോ ആ ലോകത്തെ ധ്രുവൻ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ ചതുർത്ഥ സ്കന്ധത്തിൽ വരുമ്പോൾ തന്നെ നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് സ്കന്ധത്തിൽ മറ്റേ ഭരതൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒന്നുകൂടി ഇരുത്തം വരും. അങ്ങനെ പിന്നെ പുരോഗമിച്ച ദശമസ്കന്ധം ഏകാദശ സ്കന്ധത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾക്ക് നല്ലൊരു വേദാന്തിഷ്ഠമായിട്ട് മാറാൻ പറ്റും. അപ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയങ്ങളുടെ പിന്നെ ഘോഷയാത്ര അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ പറഞ്ഞു, ലോകത്തെ പ്രാപിക്കുമോ ആ ലോകത്തെ ധ്രുവൻ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു ശ്ലോകം കൂടിയും പറഞ്ഞു നിർത്താം. 38-ാമത്തെ ശ്ലോകം. അതെന്താണ്?
ഇതി ഉത്താനപദ പുത്രോ ധ്രുവ കൃഷ്ണപരായണാം അൽ അഭൂതരാണാം ലോകാനാം ചൂടാമണിരിവാമല. ചൂടാമണി തലയിൽ വയ്ക്കുന്ന ക്ലിപ്പ് അല്ലെങ്കിൽ ചൂടാരത്നം എന്നൊക്കെ പറയും, അതാണ്. അതേപോലെ ആവണം. എങ്ങനെ? കൃഷ്ണനാകുന്ന പരമാശ്രയത്തോടു കൂടിയവനും ഏറ്റവും പരമമായിട്ട് ആശ്രയിക്കാൻ പറ്റുന്നത് ആരാ? മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ രാമൻ, ഇത്രയേ ഉള്ളൂ, ശിവൻ. അപ്പോൾ കൃഷ്ണനാകുന്ന പരമാശ്രയത്തോടു കൂടിയവനും നിർമ്മലനുമായ ചളിപുരളാത്ത ഭാവശുദ്ധിയുള്ള ഉത്താനപദപുത്രൻ, ഉത്താനപാദൻ്റെ പുത്രനായ ധ്രുവൻ 3 ലോകങ്ങളെ കിരീടമെന്ന പോലെ ഭവിച്ചു. 3 ലോകങ്ങൾക്കും കിരീടമായിട്ട്, അതായത് ഉച്ചസ്ഥായിയിലെ ചൂടാമണി ആയിട്ട് 3 ലോകത്തിനും ചൂടാമണിയായിട്ട് ഭവിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ധ്രുവൻ ഭഗവത്പദം പ്രാപിച്ചതായ കഥയെ ഉപസംഹരിക്കുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല സ്ഥലത്ത് നിർത്താൻ സാധിച്ചത്. ഞാനിതൊന്നും വൈകാട്ട് പഠിച്ചിട്ടില്ല, എനിക്കിത് വായിക്കുമ്പോൾ തന്നെ എനിക്കിത് അറിയുന്നുള്ളൂ. പക്ഷെ സബ്ജക്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ കഥയെ ഉപസംഹരിക്കുന്നു. ഇപ്രകാരം അവൻ ത്രിലോകങ്ങളുടെ ഉപരിഷ്ഠമായ ലോകത്തെ പ്രാപിച്ച് 3 ലോകങ്ങളുടെയും കിരീടമെന്ന പോലെ ശോഭിച്ചു ചൂടാമണി. അപ്പോൾ അതിന് പ്രധാനമായ കാരണം ശ്രീകൃഷ്ണനെ ആശ്രയമായിട്ട്, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു തന്നെയാണ് അല്ലേ? അതുകൊണ്ട് പരമാശ്രയിച്ചിട്ട് കരുതിയതിനാലുണ്ടായ അന്ധക്കരണ പരിശുദ്ധിയും, അന്ധക്കരണ പരിശുദ്ധി അല്ലാണ്ട ഒരു കാര്യം നടക്കില്ല. എത്ര വലിയ ഉപവാസം ചെയ്തിട്ടും കാര്യമില്ല, അന്ധക്കരണ ശുദ്ധിയാണ് വരേണ്ടത്. അന്ധക്കരണ പരിശുദ്ധിയും തന്നിമിത്തമുണ്ടായ ഭക്തിയുമാകുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.